ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കണേ. അതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ഇനി ഒരു ഇച്ചിരി ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. 1.5 കപ്പോളം സേമിയ വറുത്തതില്ലേ അതുകൂടി ഇട്ട് കൊടുക്കണേ. വറുക്കാത്തതാണെങ്കിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കണേ, ടേസ്റ്റ് കൂടും. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. നന്നായി കുറുക്കിയെടുക്കണേ, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. എന്നിട്ട് ഇതുപോലെ തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. നല്ല ടൈറ്റിലായാലേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണയൊന്നും വേണ്ടല്ലോ, ഇത്രയും കുറുകണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ 1-2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കണേ. അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നാൽ മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ അതേ പാത്രം എടുത്തുകൊണ്ടാണ് ഇതുപോലെ കളറ് കാണുന്നത്. പിന്നെ ഒരു പാത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ആദ്യം തന്നെ വേണമെങ്കിൽ ഇത് വറുത്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് സേമിയ ചെയ്താൽ മതി. ഇനി അതേ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 വലിയ നേന്ത്രപ്പഴമില്ലേ അത് ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴറ്റിയെടുത്താലേ ഈ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. അതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് 8 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 4 മുട്ട എടുത്താൽ മതി. ഞാൻ 2 വീട്ടുകാർക്ക് ഉണ്ടാക്കുന്നുണ്ടാന്നേ. സേമിയ 1/2 ലിറ്റർ എടുത്തിന്, സേമിയ 1.5 കപ്പ് എടുത്തിന്, പഞ്ചസാര എല്ലാം കുറക്കണേ. അതായത് 4 മുട്ടക്ക് കറക്റ്റായിട്ട് എടുക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 1/2 കപ്പോളം പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര അലിയുന്നത് വരെ മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ പഞ്ചസാര അലിയണേ, അതുവരെ മിക്സാക്കി എടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ പഴം വാട്ടിയതില്ലേ, നേന്ത്രപ്പഴം, അതിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ സേമിയ കുറുക്കി എടുത്തിട്ടില്ലേ പാലിൽ, അതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണേ. 3 കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. 3 നല്ല രീതിയിൽ മിക്സായി കിട്ടണേ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവൂ. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയൊരു സ്നാക്സാണ്. ഉണ്ടാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുകയുള്ളൂ. കുറച്ച് സേമിയ ബാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. മൊത്തത്തിൽ 1.5 കപ്പ് സേമിയ. എന്നിട്ട് മൊത്തത്തിൽ ഇതുപോലെ മിക്സാക്കി എടുക്കണം. 3 കൂടി നല്ല രീതിയിൽ മിക്സാകണേ. ഇനി അതേ പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അത് ചൂടായാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കണേ. അതിനുശേഷം ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. 10-15 മിനിറ്റ് ഇതിന് ടൈം എടുക്കും. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അടിയൊന്നും കരിയാതെ നോക്കണേ. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതില്ലേ അത് ആ ടൈമിന് തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുകളിൽ വന്ന് നിൽക്കും. എന്നിട്ട് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് കറക്റ്റായിട്ടുണ്ട്. ഒന്ന് കുത്തി കൊടുത്ത് നോക്കണം. ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടാൽ ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. തിരിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കറക്റ്റ് വെച്ച് കൊടുക്കണേ. നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. ട്രൈ ചെയ്തോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ.